അച്ഛനെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് അമ്മച്ചി. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ ഒരു ഗാർഡൻ പലയിടത്തുനിന്ന് പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ സിൻസിക്ക് അവിടെ നിന്ന് സമയം കിട്ടുന്നത്, എങ്ങനെയാണ് ഗാർഡൻ പടുത്തുന്നതെന്നൊക്കെ. ഇതാണ് എന്റെ ഗാർഡന്റെ ഗുരു. ഏതായാലും അമ്മച്ചി ഇത് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞു പോയപ്പോ അപ്പുറത്ത് കണ്ടോ നിൽക്കുന്നത്. ആകെ ഇച്ചിരി ഉള്ളല്ലോ. അത് മുകളിലേക്ക് ഉണ്ടായിരുന്നോ? അപ്പൊ ഞാൻ നിങ്ങളെ മുരിഞ്ഞ പരിചയപ്പെടുത്താം കേട്ടോ. അമ്മച്ചിയുടെ മുരിഞ്ഞ ഇത് ആ കോല് പോലെ നിൽക്കുന്ന 10-30 മുരിഞ്ഞൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഇതോടെ മുരിഞ്ഞ നിങ്ങളെ നല്ല പുതിയ ഒരു ഫ്രൂട്ട് എന്താ വെച്ചെങ്കിൽ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതായിരുന്നു. ഇത് പുതിയൊരു ഫ്രൂട്ടാണ്, അതായത് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയും ഇതിന്റെ പേര്. ഇത് പ്രത്യേകത എന്താ? അയ്യോ ചവയ്ക്കല്ല, അതിനകത്ത് ഒരു ഇതുണ്ട്, ഒരു ഊപ്പി കുടി കഴിക്കണം. അതിന്റെ അകത്ത് മുകളിൽ ഒരു മുഖത്ത് പുറത്തെ ഒരു സാധനം ഉണ്ടടി, കുരുവുണ്ട് അതിന്റെ അകത്ത്. നീ കുരുവുണ്ട് ഇട്ട് നോക്കി, നട്ടാനുണ്ടാവും തോന്നുന്നു. വലിയ രുചിയൊന്നുമില്ല, പക്ഷെ ഇതിന്റെ മധുരം എനിക്ക് മനസ്സിലായതെന്നറിയാവോ? നമ്മള് സ്വീറ്റ്നർ ഉപയോഗിക്കത്തില്ലേ, ആ സ്വീറ്റ്നറിന്റെ മധുര അല്ല, ഷുഗറിന്റെ മധുരം അല്ല ഇതിന്. ഈ ഷുഗറിന് പകരമായിട്ട് ഷുഗർ ഉള്ളവർ കഴിക്കത്തില്ലേ, അതിന്റെ ഒരു മധുരമായിട്ടാ ഇത്. കാഴ്ച കൊണ്ട് നോക്കിയേ. ആ കാഴ്ചയോടെ പഴം കണ്ടോണ്ടിരിക്കണ്ട. ഇതാണ് കേട്ടോ സൂപ്പർ ഫ്രൂട്ട്, മിറക്കിൾ ഫ്രൂട്ട്. പക്ഷേ ഇതിന് വലിയ രുചിയുണ്ടോയെന്ന് ചോദിച്ചെങ്കിൽ ഇതിനൊരു വലിയ രുചിയൊന്നും ഇല്ല കേട്ടോ. പഴമൊക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ്, പക്ഷേ പറിച്ചൊന്നും കളയേണ്ട അമ്മച്ചി. ഒരു ഫ്രൂട്ടോടെ ഒന്നും ഓർത്തന്നെ കുഴപ്പം. ഇതാണ് ഞാൻ കഴിച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കുരുവുണ്ട് ഇതിൻ്റെ. ഇങ്ങനെ മുകളിലത്തെ ഇതിനെന്ന് പറഞ്ഞെങ്കിൽ വേറെ ഒരു സ്വീറ്റിനാണ്, നമ്മുടെ ഷുഗറിൻ്റെ സ്വീറ്റ് അല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, എനിക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മധുരമുണ്ട്, എന്നാലൊരു വേറെ മധുരം. ഇത് ഇതൊരു ചാമ്പങ്ങ പറിക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ്. ഈ ചാമ്പ ഇങ്ങനെ ഒത്തിരി മുകളിൽ അമ്മച്ചി ഇഷ്ടംപോലെ ചാമ്പങ്ങ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പം എല്ലാം തീർന്നല്ലേ. അല്ല നിക്ക ഇത് അമ്മച്ചിയുടെ കുറ്റി കുരുമുളകുകൾ കാണിക്കാം ഞാൻ. പണ്ടൊക്കെ നമ്മൾ കുരുമുളക് ഏണി വെച്ച് കയറിയായിരുന്നു പറിച്ചോണ്ടിരുന്നത്. ഇതിപ്പോ ഇവിടെ ബക്കറ്റിന്റെ അകത്ത് കയറി പറിക്കാം. എല്ലാത്തിനും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നിർത്തിയാലേ ഉണ്ടാകുള്ളൂ കേട്ടോ. അൽജിച്ച് രണ്ടും പോയോ? This is for my English friends. This is the pepper plant. This is the green pepper. We use it for frying and all those things. And this one will turn into red, and then you fry it outside, and then it gets black. That's the black pepper. This is the pepper plant. These are small dwarf variety pepper plants. ഇപ്പം അമ്മച്ചീനെ ഗാർഡൻ കാണിച്ചില്ല ഞാൻ നിങ്ങളെ. കുറേ ഗാർഡനൊക്കെ കാണിച്ചു, ഇനിയും കുറച്ചും കൂടെ കാണിക്കാനുണ്ട് കേട്ടോ. ഈ 86 വയസ്സായ അമ്മച്ചി പരിപാലിക്കുന്ന ഗാർഡനാണ് ഇപ്പം നിങ്ങളെ കാണിച്ചത്. അല്ലേ കൊണ്ടായാലും ഞങ്ങളുടെ 2 ദിവസമല്ലേ ഉള്ളൂ. ഗോവയ്ക്ക് പോകാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? അതെന്താന്ന് ചോദിച്ചാൽ അവിടെ വരെ വരാത്ത എന്റെ വീഡിയോ കിട്ടുകയില്ല. അല്ലല്ല, കോഴിമുട്ടയ്ക്കാ കുരു ഉണ്ടാകുന്നത്. അത് അരീസിന്റെ അസുഖം. അതല്ല അമ്മ പറയല്ലേ എനിക്ക് അരീസിന്റെ അസുഖമാണ്. ഞാൻ വാഴക്കൊല പിടിക്കുന്നുണ്ടായിരുന്നു. ആ അത് കണ്ടായിരുന്നു. നിങ്ങൾ വാഴ ഇതെന്നായിരുന്നു? ഈ ചുമലപ്പയർ അങ്ങനെ ചാടി പിടിക്കല്ലേ? ഇല്ലില്ല, എനിക്ക് ആ കാൽദേശം എനിക്ക് അന്നില്ല ചുമലപ്പയറിന്റെ ഇതുവരെ.
ഞാൻ അതുകൊണ്ട് അവിടെ ഇന്നലെ വാവച്ചി ഇവന് എപ്പോഴും ഗ്യാസ് ഒച്ചയുള്ള ഗ്യാസ് അപ്പൊ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ ഗ്യാസ് തീരുന്നതിനുള്ള ഇത് പറഞ്ഞ ഓരോരുത്തരുടെ ഗ്യാസ് ആരുടെയൊക്കെ ഗ്യാസ് അപ്പൊ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ എനിക്കത് നമുക്ക് ഇതുണ്ടാക്കാം 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം. Oh man, I missed it. ഇത് പൈനാപ്പിൾ. ഇത്രയും മുഴുപ്പുള്ള ചക്ക കിടപ്പുണ്ട്. കാപ്പി പൂക്കാൻ തുടങ്ങുന്നു. കാപ്പിയുടെ മുട്ടലായിട്ടുണ്ട്. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞെങ്കിൽ നല്ല മണമായിരിക്കും. കാപ്പിക്കുരു നല്ല മണമായിരിക്കും കാപ്പി പൂത്തിട്ട്. ഇലിമ്പി മരമാണ് ഈ കാണുന്നത്. അമ്മച്ചി ഇലിമ്പിക്ക പറിച്ചുകൊണ്ട് പോവാം. ഇലിമ്പിക്കായും ചക്കക്കുരുവും കൂടി ഇട്ട് കറി വയ്ക്കാൻ വേണ്ടി. ഇതാണ് മംഗോസ്റ്റിൻ. ഇത് മംഗോസ്റ്റിൻ്റെ ഞാൻ മരം കാണിക്കാം. മംഗോസ്റ്റിൻ കായുണ്ട്, പക്ഷെ ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷെ ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ. ഈ ചെടി കുറേ ഇലകളെല്ലാം പക്ഷേ കരിഞ്ഞു വിട്ടുന്നു. ഇല്ല, പഴുത്ത അടുത്ത വർഷം ആകിയല്ലേ, അടുത്ത മാസം ആകിയല്ലേ. കഴിഞ്ഞ വർഷം പഴുത്തപ്പോഴത്തേക്കും ഞാനിവിടെ ഇല്ലായിരുന്നു. ഇതാന്ന് തോന്നുന്നു ഇതിന്റെ കായ ചെറുതുണ്ടായേക്കുന്നത് അല്ലേ. ഇതൊരു കായ മംഗോസ്റ്റിൻ. ഇവിടെ ഉണ്ട്, കുറച്ചെണ്ണം ഉണ്ട്. നല്ല കുറച്ച് വലുതായിട്ടുള്ളത് ഞാൻ സൂം ചെയ്ത് ഇതുണ്ട്, അത് കാണാം. കുറച്ച് വലുതായതുണ്ട്. ഇതെന്നാ വെച്ചാൽ ഇതെന്നടി ഇത് ആ പൂടപ്പഴം അല്ലേ അതിന്റെ പേരിന്? റംബൂട്ടാൻ. അതാ പൂടപ്പഴം എന്ന് ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് അതാണ്. ഇത് റംബൂട്ടാനൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നല്ലേ. എവിടെ എങ്ങോട്ടിയാ ഇതേ പൂത്തിട്ടുണ്ട്. ഇതല്ലേ അല്ലേ? ഇതും റംബൂട്ടാനാണ്. ഇത് പൂത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് മൊട്ടായിട്ട് ഒളിപ്പം അല്ലേ. എടുത്തു വെച്ചിട്ടുണ്ട് ചേമ്പ്. ഇപ്പൊ അമ്മച്ചീനെ ഗാർഡൻ കാണിച്ചില്ല ഞാൻ നിങ്ങളെ. കുറെ ഗാർഡനൊക്കെ കാണിച്ചു. ഇനിയും കുറച്ചും കൂടെ കാണിക്കാനുള്ളൂ കേട്ടോ. വേണ്ട ഇത് കണ്ടത് സൂപ്പർ 4 മണിപ്പൂവ്. ഇത് വിളവെടുപ്പ് എടുക്കാം ഒരു നിമിഷം. ഇത് കണ്ടോ ഈ 2 കളറുള്ള ഒരു ചെടിയിൽ തന്നെ 2 കളറ്. ഈ 2 കളറുണ്ട് ഞാൻ കൊണ്ടുവന്ന ഇത്. അതെയോ? ഇത് കൊണ്ടുവന്ന ആളെ കാണിക്കാം. പരാഗണം നിർത്തി കൊടുക്കും. അതെ, കായ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പൂന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഈ കാ പൊട്ടിക്കുമ്പോ കായന്റെ അകത്തൊരു വെളുത്ത പൗഡർ പോലത്തെ ഉണ്ട്. അതാണ് അതാണ് അത് കുഴച്ചിട്ട് പണ്ടൊക്കെ ഈ ശരിയാ നമ്മളിത് പിരികത്തിന്റെ മൊത്തം ഇത് തിരുവാതിര കളിക്കുന്നത് അതെ ഇതായിരുന്നു. ഇതാണ് അതിന്റെ 4 മണി പൂവിന്റെ കായ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ കാണുമ്പോ കണ്ടോ അറിയാത്തവരൊക്കെ ഒരു പുതിയ അറിവാകും. ജെൻസി എന്ന് പറഞ്ഞെങ്കിൽ ജെൻസി കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ 2010 ശേഷം അതെ. എനിക്കറിയത്തില്ല, കൃത്യമായില്ല. ഇനി ഇവിടെ അമ്മച്ചി റോസ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മച്ചിക്ക് ഇഷ്ടംപോലെ കറ്റാർവാഴയുണ്ട്. അലവേറ അല്ലെ കറ്റാർവാഴ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നമ്മുടെ ആദോ ഔവായും ഇതല്ലേ. എന്താ ഇതിവിടെയുണ്ട്. ഔവ ഇവിടെ നിൽപ്പുണ്ട്. ആദോ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. അമ്മച്ചിയുടെ ഇവിടെ ഫ്രണ്ടിൽ അമ്മച്ചി വെച്ചിരിക്കുന്ന ചെടികളാണേ. ഇത് നമ്മുടെ ചൈനീസ് ബാൾസം പല വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ റോസുണ്ട്, ബാൾസമുണ്ട്. ബാൾസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. എന്നാണെന്നറിയാമോ? നമ്മൾ തൊട്ടാൽ ഇത് ചിരിച്ച് കാണിക്കും. ഇതാണ് ബാൾസം. ഇത് നമ്മുടെ കലഞ്ചോയികൾ 2-3 കളറുണ്ട്. ഓറഞ്ച് ഉണ്ട്, വെള്ളയുണ്ട്, അതുപോലെ പിങ്കുണ്ട്. റോസും പല വെറൈറ്റി ഉണ്ട്. അതേ അമ്മച്ചിക്ക് ബിഗോണിയ നിൽക്കുന്നു. അമ്മച്ചിക്ക് നാടനും ബൂറിനും ഒക്കെ ചെടികളുണ്ട് കേട്ടോ. ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റി അല്ലേ ഇത് നമ്മുടെ ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റി അല്ലേ ഇത് നമ്മുടെ ഇത് ഞാൻ വേറൊരു പച്ചക്കറി കാണിക്കാവേ. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് തഴുതാമ എന്ന് പറയുന്ന പച്ചക്കറിയാണിത്.
നമുക്ക് ഇലക്കറി പോലെ കറി വയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ചീരയൊക്കെ കറി വയ്ക്കുന്ന പോലെ തന്നെ നമ്മളിത് പറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ. ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് താനും. അതുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇച്ചാച്ചനൊക്കെ എപ്പോഴും തോരൻ വയ്ക്കുന്ന കറിയായിരുന്നു. അതുപോലെ നമ്മുടെ പരിപ്പിട്ട് വയ്ക്കാനോ ഒക്കെ പറ്റുന്നതാണ് ഈ തഴുതാമ കേട്ടോ.